എൻ്റെ കൂടെ ഒരു ആൻറ്റീനെ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ എന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ്. സോ ഇപ്പോൾ എന്നെ ഇവിടെ അമ്പലത്തിൽ ഫുള്ളും ചുറ്റി കാണിച്ചു തരുന്നത് ഇവരാണ്. സോ ഈ അമ്പലത്തിൽ ഏതൊക്കെ പ്രതിഷ്ഠകളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. സോ ഇത് ഫ്രണ്ടിൽ പോകുന്നവരാണ്. പക്ഷേ ഒരു പക്ഷെ അവരെ കണ്ടില്ലെങ്കിൽ ഈ നല്ല വ്യൂ ഒക്കെ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അകത്ത് പ്രേയിങ് പ്ലേസിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവിടുത്തെ പ്രേയിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മളിവിടുത്തെ ബാക്കി സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റി അതൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ താഴെ ഡൈനിങ് ഏരിയയിൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇത് ബുദ്ധിസ്റ്റ് മൊനാസ്ട്രി ആയതുകൊണ്ട് ഫുൾ വെജിറ്റേറിയൻ ഫുഡായിരിക്കും ഓഫർ ചെയ്യുക. അതും പ്രത്യേകിച്ച് ഉള്ളി, ഗാർലിക് അങ്ങനെയൊന്നും ഇല്ലാത്തത്. സോ നമുക്ക് ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഫുഡ് എന്താണെന്ന് കാണിച്ചു തരാം. പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ വെർമിസെല്ലിയില്ലേ, സേമിയ തന്നെയാണ്. അതൊരു സൂപ്പ് പോലെ ആക്കിയിട്ട് പിന്നെ അതിനുള്ളിൽ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തിട്ടുള്ള. ഇത് കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടാവും. കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്, നന്നായിട്ടുണ്ട്. കുറച്ച് വെജിറ്റബിൾസ് ആഡ് ആയതുകൊണ്ട് അധികം സ്പൈസ് മസാലയൊന്നും ഇല്ലാതെ കുറച്ചുകൂടെ പ്ലെയിനായിട്ട് സിമ്പിളായിട്ടുള്ളതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വീഡിയോ ഒക്കെ കാണാം. നമ്മളിപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ്, മൊണാസ്ട്രിയുടെ. സിംഗപ്പൂരിലെ ഒരു ടിപ്പിക്കൽ കാർ പാർക്കിംഗ്. ഏകദേശം ഒരു 3 ഫ്ലോർ ഉണ്ട്. വണ്ടി വരുന്നതും പോകുന്നതെല്ലാം കാണാം. ഇതുപോലെ മിക്കവാറും സിംഗപ്പൂരിലെ എല്ലാ കാർ പാർക്കിങ്ങും ഇതുപോലെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് തന്നെയാണ്. ഇറങ്ങി പോട്ടെ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ തന്നെയാണ് ഈ അമ്പലത്തിലെ മാക്സിമം ഈ മൊണാസ്ട്രിയിലെ വിഷ്വൽസ് എല്ലാം.
ഇത്രയൊക്കെ ഉള്ളൂ തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇനി തിരിച്ചു പോവാം എവിടെയെങ്കിലും ഫുഡ് കഴിച്ചിട്ട്. നോക്കട്ടെ, അതും വ്ളോഗിൽ വരുന്നോ നോക്കട്ടെ.